വേനലെടുത്തതോടെ ആശങ്കയിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. ആവശ്യത്തിന് മഴ ലഭിക്കാത്തതും ചൂട് വർദ്ധിക്കുന്നതും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങിയതും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 15 മുതൽ ഇതുവരെ വെറും 8 സെന്റിമീറ്റർ മഴ മാത്രമാണ് ഏലം കൃഷി ചെയ്യുന്ന മേഖലകളിൽ ലഭിച്ചത്. ലോറഞ്ചിൽ ഉൾപ്പെടെ ഇതിന്റെ ഇരട്ടി മഴ ലഭിച്ചപ്പോഴാണ് ഹൈറേഞ്ചിലെ മഴക്കണക്ക് കർഷകരെ ഭയപ്പെടുത്തുന്നത്. മഴ കുറഞ്ഞതിനാൽ കഴിഞ്ഞ വർഷം ഹൈറേഞ്ചിൽ നിരവധി കുഴൽക്കിണറുകളിൽ വെള്ളം വറ്റിയിരുന്നു. ഉപരിതല ജലസ്രോതസ്സുകളും വറ്റിയതോടെ ഏലച്ചെടികൾക്ക് നനയൊരുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് കടുത്ത വേനലാണ് അനുഭവപ്പെട്ടത്. അത് വേനൽ അനുഭവപ്പെട്ടുകൊണ്ട് ഏലമൊക്കെ ഉണങ്ങി, ഒത്തിരി കർഷകരുടെ ഏലം ഉണങ്ങി നശിച്ചുപോയി. അതിൽ നിന്നിപ്പോൾ അതിജീവിച്ച് ഏലം സംരക്ഷിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും കാലാവസ്ഥ ഇതുപോലെ നീണ്ട് ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏലം നമ്മുടെ ഈ മേഖലയിൽ നിന്നും പരിപൂർണമായിട്ട് മാറുന്ന ഇല്ലാതാവുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമുക്ക് കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതിന് സർക്കാർ തലത്തിൽ നമുക്ക് തോട്, അതുപോലെ കുളങ്ങൾ ഒക്കെ നമുക്ക് നിർമ്മിച്ച് സബ്സിഡി നിരക്കിൽ കിട്ടുവാണെങ്കിൽ, അതുപോലെ അതിന് വേണ്ടുന്ന കറണ്ട് സബ്സിഡി നിരക്കിൽ കർഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ കർഷകർ ജലസേചന പദ്ധതികൾ ചെയ്തുകൊണ്ട് ഏലം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതി. 2024 ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ 17,944 ഏലം കർഷകർക്കാണ് കൃഷിനാശമുണ്ടായത്. 4,368.8 ഹെക്ടറിലെ ഏലം നശിച്ചു. 10,93 ലക്ഷം രൂപയുടെ കാർഷിക നഷ്ടമാണ് കണക്കാക്കുന്നത്.